ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് സ്റ്റോൺ സ്റ്റിക്കർ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡാണ്. വെറും 2 മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു ഗമ്മ് പോലും നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. എന്നാൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും സിമ്പിളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, നല്ല രീതിക്ക് സെയിൽ ചെയ്യാനും കൂടി പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് മെറ്റലിൽ വരുന്ന ഈ ഒരു ബാൻഡാണ് ഇത് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിത് ഗോൾഡ് ബാൻഡ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും, അതുപോലെ സിൽവർ ബാൻഡ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക് ബാൻഡാണ്. ഗോൾഡിനും ബ്ലാക്കിനെക്കാട്ടിലൊക്കെ ഒന്നുകൂടെ ഇതിലേക്ക് മാച്ച് ആയിട്ടുള്ളത് സിൽവർ ബാൻഡാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു സ്റ്റോൺ സ്റ്റിക്കർമേൽ ഓൾറെഡി ഗമ്മ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിന്മേൽ എക്സ്ട്രാ ആയിട്ടൊരു ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നില്ല. പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമറിന് അത്രക്കും ക്വാളിറ്റിയിൽ വേണം നമ്മുടെ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്താലും ഒന്നുകൂടി നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റിക്കർ സോൺ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു ഗമ്മും വന്ന് ഈ ഒരു സ്റ്റിക്കർ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബാൻഡിൽ ഇപ്പോൾ ഗമ്മ് അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാൻഡ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ ഒന്നുകൂടെ ക്വാളിറ്റിയിൽ നിൽക്കും കേട്ടോ. ഈ ഒരു സ്റ്റിക്കർ സ്റ്റോണിന്മേലെ നല്ലോണം ഗമ്മുണ്ട്. അത് നമ്മളിതാ ഈ ഒരു രീതിക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോ സ്റ്റിക്കറും അതിമൊന്നും ഇങ്ങനെ ഗമ്മ് ഇങ്ങനെ പറിച്ചെടുക്കുന്ന ആ ഒരു സമയത്താണ് നമ്മളിതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് വരേണ്ടത് കേട്ടോ. പിന്നെ ഇതിൻ്റെ നമ്മൾ ഈ ഒരു ബാൻഡ് ഒട്ടിക്കുമ്പോൾ 2 വശം നല്ല രീതിക്ക് തന്നെ അളന്ന് നോക്കണം. കാരണം അതിൻ്റെ 2 സൈഡിലും ഈക്വലായിട്ട് വേണം അതിൻ്റെ ആ ഒരു സ്റ്റോണ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റിക്കർ സ്റ്റോണ് ഈ ഒരു ബാൻഡ് മുഴുവനായിട്ടും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് 2 വശത്തും ഒരേ അളവിൽ സ്പേസ് വിട്ടിട്ട് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഈ ഒരു സ്റ്റിക്കർ സ്റ്റോൺ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സിൽവർ ബാൻഡിലാണ് ഇതൊന്നുകൂടെ നല്ല മാച്ചായിട്ടുള്ളത്. അതിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്തില്ല. ഞാൻ കസ്റ്റമറിന് ചെയ്ത് കൊടുത്തതൊക്കെ സിൽവർ ബാൻഡിലാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ട് സെയിൽ ചെയ്യാനും കൂടി പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കുക. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഹെയർ ആക്സറീസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. കുറഞ്ഞ ഫീല് 1 മന്തിൻ്റെ 30 ക്ലാസ് വരുന്ന രീതിയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഹെയർ ആക്സറീസിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ടുമായി കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.